ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ ജ്വല്ലറി സെക്ടറിലെ കമ്പനികളുടെയൊക്കെ Q1 റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്നു തുടങ്ങി. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. മേജർ പ്ലേയേഴ്സിന്റെ എല്ലാത്തിൻ്റെ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടൈറ്റൻ്റെ വന്നു, കല്യാണിന്റെ വന്നു, സെൻകോ വന്നു, PN ഗാഡ്ഗിൽ വന്നു, അതേപോലെ PC ജുവലേഴ്സ്. ഇത്രയും കമ്പനികളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമുക്ക് ഇതൊന്നും ഫുൾ റിസൾട്ട് അല്ല, മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊന്നും നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവൈലബിൾ അല്ല. ഇതിൽ നമുക്ക് അവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ റവന്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ SSSG ഗ്രോത്ത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ എല്ലാം ഫിഗേഴ്സ് നോക്കാം. റവന്യൂവിന്റെ ഗ്രോത്ത് എത്രയുണ്ടെന്നുള്ള കാര്യം. ടൈറ്റനിൽ നോക്കിയാൽ ടൈറ്റനിൽ 39%-ാണ് റവന്യൂ ഗ്രോത്ത്. അത് നമ്മൾ കല്യാണിൽ നോക്കിയാൽ കല്യാണിൽ 38%, PN ഗാഡ്ഗിലിൽ നോക്കിയാൽ 41%, അതേപോലെ തന്നെ നമ്മൾ സെൻകോ ഗോൾഡിൽ 60%, PC ജുവലേഴ്സിൽ 21%. സോ ഇവിടെ തന്നെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. PC ജുവലേഴ്സിലാണ് ഏറ്റവും കുറവായിട്ട് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. PC ജുവലേഴ്സിന് കുറേ ഇഷ്യൂസും കാര്യങ്ങളുള്ളതാണ്, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം അവരുടെ ലോണുകളിൽ കാര്യങ്ങളൊക്കെ, അതായത് അവരുടെ മൊത്തത്തിൽ ബിസിനസ്സിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയതാണ് ഈ ഒരു സ്റ്റോക്കിന്റെ. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ ഇപ്പോൾ ഉള്ള ലോണുകൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് കൃത്യമായിട്ട് അവർക്ക് റീപേയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ലോണുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ലോണുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ക്വാർട്ടർ കൊണ്ട് ഈ Q2 കൊണ്ടിട്ട് അവരുടെ ഫുള്ള് ലോൺ ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം അവരുടെ 90% മുകളിൽ അവർ ലോണുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേൺ അറൗണ്ട് ആയിട്ട് കിടക്കുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റെപ്യൂട്ടേഷൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിനെ അഫക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് കൂടിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ അവിടെയാണെങ്കിൽ പോലും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയതിനെ അവരുടെ ഈ പറഞ്ഞ റവന്യൂ ഗ്രോത്തിൽ കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഈ പറഞ്ഞ ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ ഇത്രയും കൂടിയ സ്ഥിതിയിൽ പോലും അവർക്ക് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 21% മാത്രം. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോഴത്തേന് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ടൈറ്റൻ എന്ന് വെച്ചാൽ ഏകദേശം 1227 ഷോറൂംസ് ആണ് അവർക്ക് ഇപ്പോൾ ടോട്ടലായിട്ടുള്ളത്. സോ അത്രയും വലിയ ടൈറ്റന് പോലും 39% ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. ആ സമയത്താണ് ഈ പറഞ്ഞ PC ജുവലേഴ്സിന് 21%. അതുകൊണ്ട് തന്നെ PC ജുവലേഴ്സിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പിന്നീടുള്ള 4 കമ്പനികൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ടൈറ്റൻ്റെ തന്നെ സംസാരിക്കാം. ടൈറ്റൻ റിസൾട്ടാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം 39% അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പറഞ്ഞു വെച്ചിട്ട് അവരുടെ ഈ പറഞ്ഞ റീറ്റെയിലിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം mid-30s, അതായത് ഒരു 34-35% ഗ്രോത്ത് ഈ പറഞ്ഞ റീറ്റെയിലിൽ അവർക്ക് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും വലിയ ബേസിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആണ് ടൈറ്റനിൽ വന്നിട്ടുള്ളത്. അവരുടെ ഞാൻ പറഞ്ഞില്ല 1227 ഷോറൂംസ് ഉണ്ട് അവർക്ക് ടോട്ടൽ എന്ന് പറയുന്നത്. സോ അത്രയും വലിയ ബേസിന്റെ മുകളിലാണ് അവർ ഈ പറഞ്ഞ ഗ്രോത്ത് അവർക്ക് കൂട്ടാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഏകദേശം വോളിയം ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇയർലി ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 11-12% വോളിയം ഗ്രോത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടിക്കറ്റ് സൈസ് നോക്കിയാൽ അവർ പറഞ്ഞത് ഹൈ ഡബിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 17-18-19% ഗ്രോത്ത് ഈ പറഞ്ഞ ടിക്കറ്റ് സൈസിലും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല റിസൾട്ട് നമ്പേഴ്സ് ആയിട്ടാണ് ടൈറ്റന്റെ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞ ഗോൾഡിന്റെ പ്രൈസ് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ കമ്പനികളിലൊക്കെ ഗ്രോത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ഗോൾഡിന്റെ പ്രൈസ് കൂടുമ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളിലൊക്കെ പ്രൈസ് ഇവരുടെ റവന്യൂലൊക്കെ നല്ല ഗ്രോത്ത് വരും. പക്ഷേ ഗോൾഡിന്റെ പ്രൈസ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത്, അത് ഈ ഒരു Q1 നോക്കിയാൽ അറിയാം, അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് ഗോൾഡിന്റെ പ്രൈസ് കഴിഞ്ഞ 2-3 മാസമായിട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള സമയത്ത് ഈ സ്റ്റോക്കുകളിൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വോളിയം ഗ്രോത്ത് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ആ വോളിയം ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ട് ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ ഈ പറഞ്ഞ ബിസിനസ്സുകൾ കൂടുതലായിട്ട് അവരുടെ ഷോറൂംസിന്റെ എണ്ണം കൂട്ടിയാലുള്ള അവർക്ക് വോളിയം ഗ്രോത്ത് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഹൈ പേസിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ ബിസിനസ്സുകൾ കൂടുതലായിട്ട് അവരുടെ ഷോറൂംസിന്റെ എണ്ണം കൂട്ടണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സ്റ്റോക്കുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇവരുടെ ഷോറൂം ഓപ്പണിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം 33 ഷോറൂംസ് ആണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കൂട്ടിയിട്ടാണ് 1227 ഷോറൂംസ് അവർക്ക് മൊത്തത്തിലായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കല്യാൺ ജുവലേഴ്സ് ആണ്. കല്യാൺ ജുവലേഴ്സിന്റെ നമ്പേഴ്സ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാ ക്വാർട്ടറിലും നോക്കിയാൽ അവർ എപ്പോഴും ടൈറ്റന് മുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടൈറ്റന് ഞാൻ പറഞ്ഞില്ല 1200 ഷോറൂംസ് ഉള്ളപ്പോഴത്തേന് കല്യാണിന് ഇപ്പോൾ ഉള്ളത് 524 ഷോറൂംസ് ആണ്. ഇപ്പോൾ ടൈറ്റനെ കഴിഞ്ഞ് അത്രയും ചെറിയൊരു ബേസിൽ കിടക്കുന്ന കല്യാൺ ഈ പറഞ്ഞ ടൈറ്റനെ കഴിഞ്ഞ് താഴെയായിട്ട് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല. കാരണം 38% എന്ന് പറയുന്നത് അവർ ടൈറ്റൻ 39 ഗ്രോ ചെയ്തപ്പോൾ ഇവർ 38%. അതിൽ തന്നെ ഇവരുടെ സ്റ്റഡർ റേഷ്യോ ഒക്കെ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബുള്ളിയന്റെ സെയിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡ് കോയിന്റെയോ അല്ലെങ്കിൽ ഗോൾഡ് ബാറുകളൊക്കെ സെല് ചെയ്തേക്കുന്ന എത്രയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് ഫുൾ റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. സോ അതിന്റെ പെർസെന്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ റീറ്റെയിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ടൈറ്റന് താഴെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ആവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അവർ ഈ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ നമ്പറായിട്ട് തോന്നുന്നില്ല. SSSG വന്നിരിക്കുന്നത് 28%. സോ മൊത്തത്തിൽ 38% ഗ്രോത്ത് ഇവിടെ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഷോറൂം ഓപ്പണിംഗ് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ 12 ഷോറൂംസ് കല്യാൺ ഷോറൂംസ് ആണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്യാൻഡിയറിൽ 5 ഷോറൂംസ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണിന്റെ ഷോറൂം 90 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നു, ക്യാൻഡിയർ ഏകദേശം 50 ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ 12 ഷോറൂം കല്യാണം ഓപ്പൺ ചെയ്താൽ പോരാ. അതുപോലെ തന്നെ ക്യാൻഡിയർ ആണെങ്കിലും 5 ഷോറൂംസ് ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്താൽ പോരാ. അതൊരു പക്ഷേ ഈ പറഞ്ഞ വാറിന്റെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഈ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നമുക്ക് വിചാരിക്കാം. അത് മാനേജ്മെന്റ് കമന്റ് കിട്ടുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ക്വാർട്ടറിലൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും 30
30 ഷോറൂംസ് എങ്കിലും നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അടുത്തൊരു Q2 കല്യാണിന്റെ ഷോറൂംസ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ കാൻഡിയറിലാണെങ്കിൽ ഒരു 15-20 ഷോറൂംസ് എങ്കിലും അടുത്തൊരു ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം Q3 എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. സോ അതിന് മുമ്പ് ഇവർക്ക് നല്ല രീതിയിൽ ഷോറൂം കൗണ്ട് വന്നാലേ ഉള്ളൂ ഈ പറഞ്ഞ ഷോറൂമിന്റെ ഒക്കെ അവിടെ ഷോറൂം പുതിയതായിട്ട് വരുന്നതിന്റെ റവന്യൂ ഗ്രോത്ത് ഇവർക്ക് ഈ ഒരു വർഷം തന്നെ അവർക്ക് അത് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ Q2 ഈ പറഞ്ഞ പോലെ ഒരു 30 അല്ലെങ്കിൽ മിനിമം ഒരു 40 ഷോറൂംസ് എങ്കിലും കല്യാണമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്കൊക്കെ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എന്താണെന്നുള്ളതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവരിപ്പോൾ ഷോറൂമിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ കല്യാൺ പോസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ അത്ര നല്ല നമ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു ക്വാർട്ടർ വരെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കല്യാണമായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല പ്ലെയർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണിൽ ഒരു പുതിയ പൊസിഷൻ എടുക്കാണ്ട്, അതായത് ഇതിനകത്ത് പൊസിഷനൊന്നുമില്ല, ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പുതിയൊരു പൊസിഷൻ എടുക്കാണ്ട് പറ്റിയൊരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെയിം ടൈമിൽ ഇതൊരു കല്യാണം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നോർമലി ഇപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് നല്ല റിസൾട്ട് ആണെങ്കിലാണ് ഞാൻ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ റിസൾട്ട് കണ്ടാൽ നമുക്ക് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഹോൾഡിംഗ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷൻ സെല് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂ ആണ് ചെയ്യുക. അതിനുശേഷം മാനേജ്മെന്റിന്റെ ഗൈഡൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കമന്ററി കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അടുത്ത കാര്യങ്ങൾ ഇതിപ്പം അടുത്ത ക്വാർട്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഒരു സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ചെയ്യാറ്. കഴിഞ്ഞ ക്വാർട്ടർ വരെ നോക്കിയാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മാനേജ്മെന്റ് കമന്ററിനകത്ത് കേൾക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നോക്കിയാൽ PN ഗാഡ്ഗിലിന്റെ കാര്യമാണ്. PN ഗാഡ്ഗിലിൽ 41% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവിടെ അവരുടെ റീറ്റെയിൽ സെഗ്മെന്റ് നോക്കിയാൽ 56% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ റീറ്റെയിലാണ് ഈ പറഞ്ഞ ബുള്ളിയന്റെ സെയിൽസ് വരുന്നത്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡ് ബാറും ഗോൾഡ് കോയിന്റെ ഒക്കെ സെയിൽസ് വരുന്നത്. സോ അതുകൂടെ കൂടിയിട്ടുള്ളതാണ് ഏകദേശം 56% റീറ്റെയിലിൽ വന്നിരിക്കുന്നത്. ഓവറോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ 41% ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ ഓവറോൾ ഗ്രോത്ത് 41, റീറ്റെയിലിൽ 56. അതിനർത്ഥം അവരുടെ ഫ്രാഞ്ചൈസി ബിസിനസ്സും അല്ലെങ്കിൽ ഇ-കോമേഴ്സ് ബിസിനസ്സിലും അവർ ഉദ്ദേശിച്ച അത്രയും ഗ്രോത്ത് വന്നിട്ടില്ല. നോർമലി 100%-ൊക്കെ മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നതാണ് പറഞ്ഞ ഫ്രാഞ്ചൈസി ആണെങ്കിലും അല്ലെങ്കിൽ ഇ-കോമേഴ്സ് ആണെങ്കിലും. സോ അവിടെ എന്തുകൊണ്ട് ഗ്രോത്ത് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസിയുടെ കാര്യം. കാരണം എന്താ വെച്ചാൽ ഇവരിപ്പത്തേന് കോക്കോ മോഡലിൽ നിന്ന് മാറിയിട്ട് ഫോക്കോ മോഡൽ, അതായത് ഫ്രാഞ്ചൈസി മോഡലാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ സ്റ്റേറ്റിന് പുറത്തേക്കൊക്കെ കടന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ ഈ പറഞ്ഞ 8% ഗ്രോത്ത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം അറിയണം. ഫ്രാഞ്ചൈസിയിൽ 8ഉം ഇ-കൊമേഴ്സിൽ 20%. സോ അത് രണ്ടും എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കി കഴിഞ്ഞാൽ PN ഗാഡ്ഗിലിൽ ഞാൻ കഴിഞ്ഞ ക്വാർട്ടർ വരെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ് PN ഗാഡ്ഗിൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെല് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അൺസർട്ടനിറ്റി കാര്യങ്ങളുള്ള ഒരു സ്റ്റോക്കാണ്. കാരണം അവർ ഒരു ക്വാർട്ടറിൽ ഒരു കാര്യം പറയും, അടുത്തൊരു ക്വാർട്ടറിൽ വേറെ കാര്യം പറയും. ഇവർ IPO ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് ഇവർ ഈ ബുള്ളിയന്റെ സെയിൽസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ B2B ബുള്ളിയൻ സെയിൽസ് അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള സ്വർണ്ണം അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ സെല് ചെയ്യുന്നതിനെ പറ്റി അങ്ങനത്തെ ഒരു ബിസിനസ് അവർ ഒഴിവാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നില്ല. IPO വന്നതിന് ശേഷം ബിസിനസ് തുടങ്ങിയ ശേഷം ഇവരുടെ ഈ മാർജിൻസ് കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവായ സമയത്താണ് ഇവർ പറഞ്ഞ് ബുള്ളിയന്റെ സെയിൽസ് ഒഴിവാക്കുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അവരത് ഒഴിവാക്കി തുടങ്ങുകയും ചെയ്തു. അത് ഒഴിവാക്കി വരുന്ന സമയത്ത് നമ്മളിത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അത് ഒഴിവാകുന്നുള്ള വിചാരത്തിലിരിക്കുന്ന സമയത്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി വരുന്ന സമയത്ത് അവർ വീണ്ടും ബുള്ളിയന്റെ സെയിൽസ് കഴിഞ്ഞൊരു ക്വാർട്ടറിൽ കാണിക്കാൻ തുടങ്ങി. അത് വന്നപ്പോൾ തന്നെ അവർ ഈ പറഞ്ഞ B2B ബുള്ളിയൻ അല്ല B2C ബുള്ളിയനാണ് അവർ കാണിച്ചിരുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ 100% മുകളിൽ ഇവർ ഗ്രോ ചെയ്തിരുന്നു. അതിനകത്ത് മജോറിറ്റി പങ്കും വന്നിരുന്നത് ഈ പറഞ്ഞ ബുള്ളിയൻ സെയിൽസാണ്, ഗോൾഡ് ബാറോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ. അപ്പോൾ അത് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാർജിനെ മൊത്തത്തിൽ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ മാർജിനെ അഫക്ട് ചെയ്തിരുന്നു. 40% മുകളിലുണ്ടായിരുന്നു ബുള്ളിയന്റെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ റവന്യൂവിൽ. അത് ഈ ഒരു ക്വാർട്ടറിലായപ്പോൾ അവർ കൃത്യമായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ പറഞ്ഞിരുന്നു ഇവർ ഇത് കുറയ്ക്കുമെന്നുള്ള കാര്യം. അത് കുറച്ചിട്ടുണ്ട്, ഏകദേശം 22% അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത്ര കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമല്ല ഒരു സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ ഞാൻ സെല് ചെയ്തിരുന്നു. ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് നോക്കിയാലും ഇവർ ഈ പറഞ്ഞ ഇ-കൊമേഴ്സിലും ഫ്രാഞ്ചൈസിലും എന്തുകൊണ്ട് ഗ്രോത്ത് എത്ര വന്നില്ല എന്നുള്ള കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ 41% അവരുടെ ഗ്രോത്ത്, ടൈറ്റന് 39% ഗ്രോത്ത് ഉണ്ട്. സോ ടൈറ്റൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 78 ഷോറൂംസ് ഇവർക്കുള്ളത്. ടൈറ്റൻ 1200 ഷോറൂമിന് മുകളിലായി ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ടൈറ്റൻ ഈ ഒരു പേസിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും 40% ഗ്രോ ചെയ്താൽ പോരാന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിലാണെങ്കിൽ ഇവർ 78 ഷോറൂംസ് ആണ് കഴിഞ്ഞ ക്വാർട്ടർ തീരുമ്പോൾ ഉള്ളത്. ഈ ഒരു ക്വാർട്ടറിൽ അവർ എക്സ്ട്രാ ഷോറൂംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ മാനേജ്മെന്റ് ഗൈഡൻസ് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 25 ഷോറൂംസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടുത്തൊരു 3 ക്വാർട്ടറിലായിട്ട് അവർ ഏകദേശം 25 ഷോറൂംസ് വരും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ 107 ഷോറൂംസ് തന്നെ എൻഡ് ചെയ്യുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിലും എനിക്ക് എന്തായാലും ഈ ഒരു സ്റ്റോക്കിൽ അത്ര കോൺഫിഡൻസ് എന്തായാലും ഇപ്പോൾ വരുന്നില്ല. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാനുള്ളത് സെൻഗോ ഗോൾഡ് ആണ്. സെൻഗോയിൽ നോക്കിയാൽ ഏകദേശം 60%-ാണ് റവന്യൂ ഗ്രോത്ത്. അതിൽ റീറ്റെയിലിൽ നോക്കിയാൽ 48% ഗ്രോത്ത് വന്നിട്ടുണ്ട്. SSSG ഏകദേശം 38% ഉണ്ട്. സോ സെൻഗോയുടെ നമ്പേഴ്സ് അത്യാവശ്യം നല്ല നമ്പേഴ്സ് തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഷോറൂം ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8 ഷോറൂംസ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തു. 200 ഷോറൂം ഉള്ളത് ഇപ്പോൾ 208 ആയി. മാനേജ്മെന്റ് ഗൈഡൻസ് വെച്ചാൽ 220-225 ഷോറൂംസ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് എത്തുമെന്നായിരുന്നു ഇവർ നേരത്തെ പറഞ്ഞിരുന്നത്. സോ ആ ഗൈഡൻസ് അവരത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 3 ക്വാർട്ടറായിട്ട് ഇവർക്ക് ഏകദേശം ഒരു 12-15 ഷോറൂംസേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പേസിലുള്ള ഗ്രോത്ത് നമുക്ക് എന്തായാലും സെൻഗോയിൽ ഇനി എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരില്ല. കാരണം ഈ ഒരു ക്വാർട്ടറിൽ 8 ഷോറൂംസ് ഓപ്പൺ ചെയ്തു. അടുത്ത 4 ക്വാർട്ടറിലും ഈ വരുന്ന അടുത്ത 3 ക്വാർട്ടർ കൂട്ടി ഈ ഒരു വർഷത്തിൽ 4 ക്വാർട്ടറിലും 8 വെച്ച് 32 ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യില്ല.
അവർ 20-25 ഷോറൂംസ് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായ ഗ്രോത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ സെൻഗോയുടെ നമ്പേഴ്സ് ഇപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് സെൻഗോ അത്ര വലിയ ഗ്രോത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ള കമ്പനികൾ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ബീറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് അത്ര ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സെൻഗോയുടെ നമ്പർ എന്തായാലും ഡീസന്റ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൊത്തത്തിൽ ഈ വരുന്ന എല്ലാ കമ്പനികളിലൂടെ നോക്കി കഴിഞ്ഞാൽ PC ജുവലേഴ്സിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു. പിന്നീട് നോക്കി കഴിഞ്ഞാൽ സെൻഗോ ഉണ്ട്, PN കാർഗിലുണ്ട്, കല്യാൺ ഉണ്ട്, ടൈറ്റൻ ഉണ്ട്. അതിനകത്ത് ഈ ഒരു റിസൾട്ടിന്റെ അപ്ഡേറ്റിന്റെ സമയത്ത് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ടൈറ്റൻ തന്നെയാണ്. കാരണം ഇത്രയും വലിയ ബേസിന് മുകളിൽ, അതുകൊണ്ട് തന്നെയാണ് ഈ ടൈറ്റൻ ഈ പറഞ്ഞ 80 എന്നൊക്കെ പറഞ്ഞ PE റേഷ്യോയുടെ ഒക്കെ മുകളിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ബേസിന് മുകളിൽ ഇത്രയും വലിയൊരു ബിസിനസ് ആയിട്ട് പോലും അവർക്ക് ആ ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് മേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ട് ആ ഗ്രോത്ത് ആ ബിസിനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റൻ ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു പൊസിഷനിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് പുറകിൽ വേണമെങ്കിൽ നമുക്ക് ഈ 4 സ്റ്റോക്കുകളെ, ബാക്കിയുള്ള 3 സ്റ്റോക്കുകളെ നമുക്ക് ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് വെക്കാം. അതിനകത്ത് തന്നെ നോക്കിയാലും കല്യാണാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ടിരിക്കുന്നത്. പക്ഷേ കല്യാണിന്റെ മാനേജ്മെന്റ് സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അവരുടെ ഗ്രോത്ത് ഈ 38%-ലായിരിക്കുന്നതെന്നും അതേപോലെ തന്നെ ബുള്ളിന്റെ സെയിൽസ് ഒക്കെ എത്ര വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഷോറൂംസിന്റെ ഓപ്പണിംഗ് എന്തുകൊണ്ട് ഇത്ര കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള 3 ബിസിനസ്സുകളിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് വന്നിരിക്കുന്ന പോലും കല്യാണിലാണ്. പക്ഷെ എന്നാൽ പോലും മാനേജ്മെന്റ് ആ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കല്യാൺ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. PN കാർഗിൽ എന്തായാലും ഇതിനകത്ത് ഈ 3 എണ്ണത്തിൽ ഏറ്റവും താഴെയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെയുള്ള സെൻഗോ ആണ്. സെൻഗോയിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത്രയും ഗ്രോത്ത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് സെൻഗോനെ നമ്മൾ ഇതിന്റെ കല്യാണിന്റെ മുകളിൽ വെക്കാത്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിസൾട്ടിന്റെ സമയത്ത് ഈ പറഞ്ഞ ബിസിനസ്സുകളിലേക്ക് ഏകദേശം ഒരു പൊസിഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ സ്റ്റോക്കുകൾ എല്ലാവരും ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 1-2 ജ്വല്ലറി സ്റ്റോക്കുകളുടെ റിസൾട്ട് വരാനായിട്ടുണ്ട്. ഈ പറഞ്ഞ PNGS, രേവ പോലത്തെ ചെറിയ ജ്വല്ലറി സ്റ്റോക്കുകളുടെ ഉണ്ട്. സോ അതും കൂടെ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.